ഹലോ സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രിയിലെ വേറൊരു ഭാഗമുള്ളത് എക്സൽ സ്പ്രെഡ്ഷീറ്റ്, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ. അതുപോലെ എക്സൽ സ്പ്രെഡ്ഷീറ്റിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്, ഫങ്ഷൻസ്, ദെൻ ചാർട്ട്സ് എങ്ങനെയാണ്, പ്ലോട്ട്സ് എങ്ങനെയാണ്, അതുപോലെ ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷൻ. അത് നോൺ ലീനിയർ റിഗ്രഷൻ മെയിൻലി കർവ് ഫിറ്റിങ്ങിന് യൂസ് ചെയ്യണത്. ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ ഉണ്ടാക്കലാണ് അടുത്തൊരു ഭാഗത്ത് കമ്പ്യൂട്ടേഷൻ കെമിസ്ട്രിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സൽ സ്പ്രെഡ്ഷീറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ വീട്ടിലുള്ള കമ്പ്യൂട്ടറിലോ ഒക്കെ ആണെങ്കിലും അതിൽ എക്സൽ സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടാവും. പ്ലസ് ടുവിനൊക്കെ വളരെയധികം പേര് ചിലപ്പോൾ കമ്പ്യൂട്ടറൊക്കെ ഓപ്ഷണലായി അവർക്ക് ഒരു സബ്ജക്റ്റായിട്ട് തന്നെ പഠിക്കാണ്ടായിരുന്നുണ്ടാവും. ഇല്ലെങ്കിലും നമ്മൾ സാധാരണ എന്ത് എൻട്രി ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്, എക്സൽ അല്ലേ. ഇപ്പോൾ എക്സൽ സ്പ്രെഡ്ഷീറ്റിൽ ബേസിക് ഓപ്പറേഷൻസും ഫങ്ഷൻസും അതുപോലെ ചാർട്ട്സ്, പ്ലോട്ട്സ് അതൊക്കെ ആക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ അതിലെ ബേസിക് ആയിട്ട് വരുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, അപ്പോൾ അതിനെ നമുക്ക് ജസ്റ്റ് ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ ആ പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ജസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ എക്സൽ സ്പ്രെഡ്ഷീറ്റിൽ യൂസ് ചെയ്യുന്നതാണ് ഒന്ന് ആരോ കീസ്. ആരോ കീസ് എന്തിനാണ് യൂസ് ചെയ്യാറ്? ടു മൂവ് ടു എ സെൽ ടുവേർഡ്സ് ദ റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്, അപ്പ് ഓർ ഡൗൺ. അതായത് ഒരു സെല്ല് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ മുകളിൽ അപ്പിലേക്കോ അല്ലെങ്കിൽ ഡൗണിലേക്കോ ഒക്കെ മൂവ് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ആരോ കീസ് യൂസ് ചെയ്യാറുള്ളത് അല്ലേ. അതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഓപ്പറേഷൻസും ഫങ്ഷൻസും ഒക്കെയാണ്. അതുപോലെ കൺട്രോൾ പ്ലസ് ആരോ കീസ് അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻഡ് പ്ലസ് ആരോ കീസ് അടിക്കുന്നത് എന്തിനാണ്? ആ ഓപ്പറേഷൻ്റെ ബേസിക് ആയിട്ടുള്ള യൂസ് എന്താണ്? ടു മൂവ് ഫ്രം വൺ എൻഡ് ഓഫ് എ റേഞ്ച് ഓഫ് സെൽസ് ടു അനദർ. ഒരു റേഞ്ച് ഓഫ് സെൽസ് നിന്ന് മറ്റേ റേഞ്ച് ഓഫ് സെൽസിലേക്ക് മൂവ് ചെയ്യാനാണ് നമ്മൾ കൺട്രോൾ പ്ലസ് ആരോ കീസ് അല്ലെങ്കിൽ എൻ പ്ലസ് ആരോ കീസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ എൻട്രി യൂസ് ചെയ്യുന്നുണ്ട്, എൻട്രി കീ അല്ലേ. അതെന്തിനാണ്? ടെക്സ്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യാൻ, അതുപോലെ നമ്പർ, ഫോർമുല അതൊക്കെ ഒരു സെല്ലിൽ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എൻട്രി കീ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയാം, പക്ഷെ അത് ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് വേർഡ്സിൽ എഴുതാനായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. ഓക്കെ. അതുപോലെ ടാബ് യൂസ് ചെയ്യുന്നുണ്ട്. ടാബ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മൂവ്സ് ദ കേഴ്സർ എ സെൽ ടു ദ സെൽ ഓൺ ദ റൈറ്റ് ഓഫ് ദ ആക്റ്റീവ് സെൽ. അപ്പോൾ ടാബ് ഞെക്കി കഴിഞ്ഞാൽ ആക്റ്റീവ് ആയിട്ടുള്ള, നമ്മൾ ഏത് സെല്ലിനെയാണോ നമ്മൾ ആക്റ്റീവ് ആക്കിയിട്ടുള്ളത് അതിൻ്റെ അപ്പുറത്തെ സെല്ലിലേക്ക്, റൈറ്റിലേക്കുള്ള സെല്ലിലേക്ക് കേഴ്സറിനെ മൂവ് ചെയ്യാനാണ് ടാബ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഷിഫ്റ്റ് പ്ലസ് ടാബ് യൂസ് ചെയ്യാറുണ്ട്. ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട് ടാബ് ഞെക്കുക. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് മൂവ്സ് ദ കേഴ്സർ എ സെൽ ടു ദ ലെഫ്റ്റ് ഓഫ് ദ ആക്റ്റീവ് സെൽ. ആക്റ്റീവ് സെല്ലിൻ്റെ ലെഫ്റ്റിലത്തെ സെല്ലിലേക്ക് മൂവ് ചെയ്യാനാണ് ഷിഫ്റ്റ് പ്ലസ് ടാബ് യൂസ് ചെയ്യുന്നത്. ദെൻ ഹോം എന്ന് പറയുന്ന കീ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മൂവ് ദ കേഴ്സർ ടു ദ ഫസ്റ്റ് കോളം ഓഫ് ദ റോ. ആ റോയിലെ ഫസ്റ്റ് കോളത്തിലേക്ക് മൂവ് ചെയ്യാനാണ് ഹോം എന്ന് പറയുന്ന കീ യൂസ് ചെയ്യുന്നത്. ദെൻ കൺട്രോൾ പ്ലസ് ഹോം യൂസ് ചെയ്യാറുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ടു റിട്ടേൺ ദ ആക്റ്റീവ് സെൽ ടു ദ അപ്പർ ലെഫ്റ്റ് കോർണർ ഓഫ് ദ കറൻറ്റ് വർക്ക് ഷീറ്റ്. നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ആ വർക്ക് ഷീറ്റിലത്തെ റിട്ടേൺ ദ ആക്റ്റീവ് സെല്ലിനെ അപ്പർ ലെഫ്റ്റ് കോർണറിലേക്ക് മൂവ് ചെയ്യാനാണ് കൺട്രോൾ പ്ലസ് ഹോം എന്ന് പറയുന്ന കീ യൂസ് ചെയ്യുന്നത്. അതുപോലെ പേജ് അപ്പ്, പേജ് ഡൗൺ എന്ന് പറഞ്ഞ കീസൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു മൂവ് എ സ്ക്രീൻ അപ്പ് ഓർ ഡൗൺ. സ്ക്രീനിനെ അപ്പിലേക്കോ ഡൗണിലേക്കോ മൂവ് ചെയ്യാനാണ് പേജ് അപ്പ് അല്ലെങ്കിൽ പേജ് ഡൗൺ ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഓൾ പ്ലസ് പേജ് അപ്പ് അല്ലെങ്കിൽ ഓൾ പ്ലസ് പേജ് ഡൗൺ അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു മൂവ് ഓഫ് വൺ സ്ക്രീൻ ടു ദ ലെഫ്റ്റ് ഓർ ടു ദ റൈറ്റ്. ഒരു സ്ക്രീനിനെ നമ്മൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മൂവ് ചെയ്യാനാണ് ഓൾ പ്ലസ് പേജ് അപ്പ് അല്ലെങ്കിൽ ഓൾ പ്ലസ് പേജ് ഡൗൺ യൂസ് ചെയ്യുന്നത്. ദെൻ കൺട്രോൾ പ്ലസ് പേജ് അപ്പ് ഓർ കൺട്രോൾ പ്ലസ് പേജ് ഡൗൺ അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു മൂവ് ടു ദ പ്രീവിയസ് ഓർ ഫോളോയിങ് വർക്ക് ഷീറ്റ്. ഒന്നുമില്ലെങ്കിൽ തൊട്ട മുമ്പത്തതോ പ്രീവിയസോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തതോ ഫോളോയിങ്ങോ വരാൻ പോകുന്നതോ ആയിട്ടുള്ള വർക്ക് ഷീറ്റിലേക്ക് മൂവ് ചെയ്യാനാണ് കൺട്രോൾ പ്ലസ് പേജ് അപ്പ് അല്ലെങ്കിൽ കൺട്രോൾ പ്ലസ് പേജ് ഡൗൺ റെസ്പെക്റ്റീവ്ലി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ കൺട്രോൾ പ്ലസ് എൻഡ് യൂസ് ചെയ്യാറുണ്ട്. അതെന്തിനാണ്? ടു മൂവ് ഇൻ ദ ലാസ്റ്റ് സെൽ കണ്ടെയ്നിങ് ടെക്സ്റ്റ് എ നമ്പർ ഓർ എ ഫോർമുല. അതായത് സെല്ല് കണ്ടെയ്നിങ് ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്പർ അല്ലെങ്കിൽ ഫോർമുല അതിലത്തെ ലാസ്റ്റ് സെല്ലിലേക്ക് മൂവ് ചെയ്യാനാണ് കൺട്രോൾ പ്ലസ് എൻഡ് യൂസ് ചെയ്യുന്നത്. ദെൻ F5 എന്ന് പറഞ്ഞ കീ ഞെക്കാറുണ്ട്, അല്ലെങ്കിൽ കൺട്രോൾ പ്ലസ് T നമ്മൾ ഞെക്കാറുണ്ട്. അതെന്തിനാണ്? ടു മൂവ് ഡയറക്ട്ലി ടു എനി
സെൽ ഓഫ് ദ ഫയൽ. ഫയലിലെ ഏതെങ്കിലും ഒരു സെല്ലിലേക്ക് മൂവ് ചെയ്യാനാണ് F5 അല്ലെങ്കിൽ Ctrl+T യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓപ്പറേഷൻസ് ഒക്കെ കോമൺ ആയിട്ട് നമ്മൾ എക്സലിൽ ചെയ്യുന്നതാണ്. പക്ഷേ ബേസിക് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിലത്തെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ ഷോർട്ട് ആൻസറോ അല്ലെങ്കിൽ പാരഗ്രാഫ് ക്വസ്റ്റനോ റൈറ്റ് എ നോട്ട് ഓൺ ദ ബേസിക് ഓപ്പറേഷൻസ് ഓർ ഫങ്ഷൻസ് ഓഫ് എക്സൽ സ്പ്രെഡ്ഷീറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വാചകത്തിൽ എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടി ഇത് പഠിച്ചേ പറ്റൂ. നമുക്ക് അറിയാം, കമ്പ്യൂട്ടറിൽ തന്നാൽ നമുക്ക് ചെയ്യാനായിട്ട് അറിയണ്ടാവും, പക്ഷെ നമുക്ക് എഴുതി പിടിപ്പിക്കാനും കൂടിയും അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു എക്സൽ സ്പ്രെഡ്ഷീറ്റിൽ നിങ്ങളൊക്കെ ചാർട്ടും പ്ലോട്ട്സും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പ്ലോട്ട്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഗ്രാഫ്സ് ഒക്കെ പ്ലോട്ട് ചെയ്യാറുണ്ട് അല്ലേ? എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒക്കെ വെച്ചിട്ട് ഗ്രാഫുകൾ പ്ലോട്ട് ചെയ്യാറുണ്ട്. അത് നമുക്ക് അറിയാം, എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യണമെന്ന് അറിയാം. എങ്ങനെയായിരുന്നു, നമ്മൾ ഇപ്പോൾ ഡാറ്റാസ് ഉണ്ട്, അത് നമ്മൾ കോളംസ് ആക്കിയിട്ട് എക്സലിലെ വർക്ക്ഷീറ്റിൽ എൻ്റർ ചെയ്തിരിക്കും. അതിന് നമ്മൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് ചാർട്ട് അല്ലെങ്കിൽ പ്ലോട്ട് എന്നൊക്കെ കൊടുക്കുമ്പോൾ ഏത് രീതിയിലാണോ വേണ്ടത് അതൊന്നും കൂടി നമ്മൾ സെലക്ട് ചെയ്താൽ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ചാർട്ടും പ്ലോട്ടൊക്കെ വരും ഇല്ലേ? പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് ആൻസർ പേപ്പറിൽ എഴുതാനായിട്ട് നമുക്ക് അറിയണം. അതിനുള്ള കുറച്ച് കാര്യങ്ങൾ എങ്ങനെയൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് വേർഡ്സിൽ എഴുതാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം ചാർട്ട്സ്, ഗ്രാഫ്സ്, പ്ലോട്ട്സ് അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതെന്തിനാണ്? നമുക്ക് അറിയുന്ന ഡാറ്റ അല്ലേ, ആ ഡാറ്റേനെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള വിഷ്വലൈസേഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇങ്ങനെ വാല്യൂസ് ആയിട്ട് തന്നെ നമുക്ക് അതിനെ കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. എന്നാൽ ചാർട്ടായിട്ടോ പ്ലോട്ടായിട്ടോ ഗ്രാഫായിട്ടോ ഒക്കെ തന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ബൈ വിഷ്വലൈസേഷൻ ഓഫ് ദിസ് ചാർട്ട്സ് ആൻഡ് പ്ലോട്ട്സ് ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ലുക്കിംഗ് ഓൺ ദ ന്യൂമറിക് വാല്യൂസ്. ന്യൂമറിക് വാല്യൂസിനെ നോക്കിയതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ചാർട്ട്സും പ്ലോട്ട്സും ഒക്കെ ആകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല ഇപ്പോൾ ഗ്രാഫ്സ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും ബേസിക് വേ ആണ് എന്ത്, ഡാറ്റേനെ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഗ്രാഫ്സ്. ചാർട്ട്സ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്. ഓക്കെ, as they allow you to compare pieces of data set relative to the other in that set. അതായത് കുറച്ചുകൂടി കോംപ്ലക്സ് ആണത്, നമുക്ക് എല്ലാം കൂടി ഒരുമിച്ചാണ് കിട്ടുന്നത് അല്ലേ? അപ്പം നമുക്ക് ഓരോന്നും കമ്പയർ ചെയ്തിട്ട് വേണം, ഓരോ സെറ്റിനായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ കുറച്ചും കൂടി ബുദ്ധി വിവേകമൊക്കെ നോക്കി ഉപയോഗിച്ചിട്ട് വേണം ചാർട്ട്സിനെ നമുക്ക് അനലൈസ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ പ്ലോട്ട്സും ഒക്കെ അങ്ങനെ തന്നെ. ഓക്കെ, സോ ചാർട്ട്സ് ആർ ഓൾസോ കൺസിഡേർഡ് മോർ വിഷ്വൽ ദാൻ ഗ്രാഫ്സ്. അപ്പോൾ ചാർട്ട്സും പ്ലോട്ട്സും ഒക്കെയാണ് ശരിക്കും ഗ്രാഫ്സിനേക്കാളും കൂടുതലായിട്ട് വിഷ്വലൈസ് ചെയ്യാനായിട്ട് എളുപ്പമായിട്ട് വന്നിരിക്കുന്നത്. സിൻസ് ദേ ഓഫൻ ടേക്ക് എ ഡിഫറെൻറ്റ് ഷേപ്പ് ദാൻ ആൻ ജനറിക് XY ആക്സിസ്. അതുപോലെ അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ വെച്ച് പ്ലോട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ചാർട്ട് വൈസ് ഒക്കെ ആണെങ്കിൽ അതിനെ കുറച്ചും കൂടി നമുക്ക് ഇപ്പോൾ ബാർ ഡയഗ്രം പോലെയൊക്കെ അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വിഷ്വലൈസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ചാർട്ട് എന്ന് വെച്ചാൽ എന്താണെന്നുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ പറയുന്നത്. A chart is a tool you can use in Excel to communicate data graphically. Data graphically communicate ചെയ്യാനുള്ള ഒരു ടൂളാണ് എന്ത്, ചാർട്ട്. Chart allow your audience to see the meaning behind the numbers and they make showing comparisons and trends much easier. അതായത് നമ്പേഴ്സിനേക്കാളും ന്യൂമറിക് ഡാറ്റേനേക്കാളും കൂടുതലായിട്ട് ഓഡിയൻസിനെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചാർട്ട്സ്. അതുപോലെ ചാർട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പാരിസനൊക്കെ വളരെ ഈസി ആയിരിക്കും. എക്സൽ വർക്ക് ബുക്ക് ക്യാൻ കണ്ടെയ്ൻ എ ലോട്ട് ഓഫ് ഡാറ്റ. സാധാരണ നമ്മളിപ്പോൾ നിങ്ങളുടെ തന്നെ മാർക്കൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ പല പല സെമിസ്റ്ററിലൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സലിൻ്റെ ഡാറ്റയായിട്ട് കിട്ടുമ്പോൾ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളതിന് സെലക്ട് ചെയ്ത് ചാർട്ടോ പ്ലോട്ടോ ഒക്കെ ആക്കി മാറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും എന്നർത്ഥം. അപ്പോൾ എക്സലിൽ സാധാരണ ധാരാളം ഡാറ്റകൾ നമ്മൾ എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ഡാറ്റയും വെച്ച് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അത് കൂടുതൽ ഈസി ആവുന്നതാണ് ഇത്തരത്തിലുള്ള ചാർട്ട്സും പ്ലോട്ട്സും ഒക്കെ യൂസ് ചെയ്യുന്നത് വഴി. അപ്പോൾ എക്സൽ ഹാസ് വേരിയസ് ടൈപ്പ് ഓഫ് ചാർട്ട്സ്. നിങ്ങൾ എക്സൽ സ്പ്രെഡ്ഷീറ്റ് ഒന്ന് നിങ്ങളുടെ ലാപ്ടോപ്പിൽ എങ്ങാനും ഓൺ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും പല വേരിയസ് ടൈപ്സ് ഓഫ് ചാർട്ട്സ് ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ റിക്വയർമെൻറ്റ് നമുക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതാണെന്നും നമ്മൾ നോക്കി അതനുസരിച്ചിട്ടുള്ള ചാർട്ട് സെലക്ട് ചെയ്യുക. നമ്മുടെ ഡാറ്റയുടെ ടൈപ്പും അത് ഏറ്റവും ഈസി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഏത് ചാർട്ട് വേണമെന്നൊക്കെ
കമ്പ്യൂട്ടറിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, നോക്കൂ, ഇതൊരു എക്സാമ്പിൾ. കുറേ ടൈപ്പ് ചാർട്ട് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ കമ്പ്യൂട്ടറിൽ നിന്ന് നോക്കിയിട്ട് ഒരെണ്ണം ഇതിൽ ജസ്റ്റ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് എടുത്തതാണ്. അപ്പം ഇത് ഒരു ടൈപ്പ് ഓഫ് ചാർട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ 4 ടൈപ്സ് ഡാറ്റ ഓരോന്നിലും 1 2 3 4 5 ടൈപ്സ് ഡാറ്റ ഓരോ ഇയർലിയും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സൈസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതാ ഇത്തരത്തിലായിരിക്കും നിങ്ങൾക്ക് ഡാറ്റാസ് എക്സൽ സ്പ്രെഡ്ഷീറ്റിൽ തന്നിരിക്കുക. ഇപ്പോൾ യങ് അഡൽട്ട്, ക്ലാസിക്സ്, മിസ്റ്ററി, റൊമാൻസ്, സൈഫൈ ആൻഡ് ഫാൻറ്റസി, ഇതൊക്കെ ഇപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യത്തിലൊക്കെ പലതരത്തിലുള്ള ഫിക്ഷൻ അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും പലതും. അപ്പോൾ അതിലത്തെ പല ടൈപ്സ് ഇപ്പോൾ നോവൽസ് അങ്ങനെയൊക്കെയുള്ള ഒരു കാറ്റഗറിയാണ്. അപ്പോൾ അതിൻ്റെ ഓരോന്നിലെയും വിലകളാണ് ബുക്സിൻ്റെയൊക്കെ വില. ഏകദേശം നമുക്ക് അങ്ങനെ വിചാരിക്കാം, ആണ് ഈ ഡോളറിൽ തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അത് ഓരോ വർഷത്തെയും അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡാറ്റ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ ചാർട്ടാക്കി മാറ്റാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 2016 ഓരോന്നിൻ്റെയും ഡോളർ ടൈപ്പ് റേറ്റ് ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇത് കുറേ ബുക്സുകളുടെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അതൊന്നും ഇപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളുടെ അല്ല, നെറ്റിൽ നോക്കിയപ്പോൾ ജസ്റ്റ് ഇങ്ങനൊരു എക്സാമ്പിളായിട്ട് കണ്ടു. അപ്പോൾ അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കോപ്പി ചെയ്തിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും എഴുതണമെന്നില്ല. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ, ആ കുട്ടികൾക്ക് കിട്ടിയ മാർക്സ്, ആ മാർക്സിൻ്റെ ആയിരിക്കാം വേണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചാർട്ട്സും പ്ലോട്ട്സും ഒക്കെ ആക്കി മാറ്റാൻ പറ്റണത്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ അതിന് കോപ്പി ചെയ്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സെലക്ട് ദ സെൽസ് യു വോണ്ട് ടു ചാർട്ട് ഇൻക്ലൂഡിംഗ് ദ കോളം ടൈറ്റിൽസ് ആൻഡ് റോ ലേബൽസ്. ദ സെൽസ് വിൽ ബി ദ സോഴ്സ് ഡാറ്റ ഫോർ ദ ചാർട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡാറ്റാസൊക്കെ സെൽസൊക്കെ നമുക്ക് ആവശ്യമുള്ള സെൽസൊക്കെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ എല്ലാ കോളംസും അതുപോലെ റോസും അതിൻ്റെ ലേബൽസോട് കൂടിയിട്ട് അതിൻ്റെ ഹെഡിങ്സോട് കൂടിയിട്ടുള്ള എല്ലാം കൂടി നമ്മൾ സെലക്ട് ചെയ്യാം. ദെൻ ക്ലിക്ക് ദ ഇൻസേർട്ട് ടാബ്. എന്നിട്ട് ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്യാം. ഇൻ ദ ചാർട്ട്സ് ഗ്രൂപ്പ് സെലക്ട് ദ ഡിസൈർഡ് ചാർട്ട് കാറ്റഗറി കോളം ഫോർ എക്സാമ്പിൾ. നോക്കൂ, ചാർട്ട് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചാർട്ടിൻ്റെ കാറ്റഗറി ഇവിടെ പലതരത്തിലുള്ള കാറ്റഗറി, കോളം വേണോ, ലൈൻ വേണോ, പൈ ഡയഗ്രാം വേണോ, ബാർ ഡയഗ്രാം വേണോ, ഏരിയ വേണോ, സ്കാറ്റേർഡ് ആയിട്ട് വേണോ, അല്ലെങ്കിൽ വേരിയസ് അതർ ടൈപ്സ് ഓഫ് ചാർട്ട്സ്. അപ്പോൾ ഇങ്ങനത്തെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് ഓപ്ഷനാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. സോ ഇൻ ദ ചാർട്ട്സ് ഗ്രൂപ്പ് സെലക്ട് ദ ഡിസൈർഡ് ചാർട്ട് കാറ്റഗറി കോളം, ചാർട്ട് കാറ്റഗറി ഫോർ എക്സാമ്പിൾ കോളം, ദെൻ ഡിസൈർഡ് ചാർട്ട് ടൈപ്പ് ഫ്രം ദ ഡ്രോപ്പ് ഡൗൺ മെനു ക്ലസ്റ്റേർഡ് കോളം ഫോർ എക്സാമ്പിൾ. അപ്പം നമ്മുടെ ആ ഓപ്ഷൻ അനുസരിച്ച് നമുക്കിതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ അത് തന്നെ സെൽസ് സെലക്ട് ചെയ്തു, ഇൻസേർട്ട് ടാബ് ഞെക്കി ചാർട്ടിലെ ഏതാണ് നമുക്ക് ആവശ്യമെന്ന് വെച്ചാൽ അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെ ക്ലിക്ക് ചെയ്തു. അതുപോലെ ക്ലസ്റ്റേർഡ് കോളത്തിൽ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതും. ഇപ്പോൾ ഇപ്പോൾ കോളാണ് നമ്മൾ സെലക്ട് ചെയ്തതെങ്കിൽ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർട്ട്സ്. അതിൽ കോളാണ് നമ്മൾ സെലക്ട് ചെയ്തതെങ്കിൽ അതിൽ തന്നെ പല പല ഓപ്ഷൻ, 2 ഡയമെൻഷനിലാണോ, 3 ഡയമെൻഷനിലാണോ, സിലിണ്ടറിക്കലാണോ, അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അതിനാണ് ക്ലസ്റ്റേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ റിക്വയർമെൻ്റ് അനുസരിച്ച് അതിൽ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ ദ ചാർട്ട് വിൽ അപ്പിയർ ഇൻ ദ വർക്ക് ഷീറ്റ്. അപ്പോൾ ഇതാ ഈ വർക്ക് ഷീറ്റിൽ ഈ ഡാറ്റാസിനെയൊക്കെ ചാർട്ട് വൈസ് ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ഓരോന്നിൻ്റെയും കളർ, ഇതിൻ്റെയൊക്കെ കളേഴ്സ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇതിൽ 5 എണ്ണം കളേഴ്സ് ഡിഫറെൻ്റ് ആണ്. ആ കളറുകൾ ഏതൊക്കെയാണെന്ന് ഇവിടെ ഇതനുസരിച്ച് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് ഓരോന്നിൻ്റെയും റേറ്റും ഒക്കെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻലി ചാർട്ടിൽ വരുന്നത്. സോ വൺസ് യു ഇൻസേർട്ട് എ ചാർട്ട്, എ സെറ്റ് ഓഫ് ചാർട്ട് ടൂൾസ് arranged into 3 tabs will appear on the ribbon. These are only visible when the chart is selected. You can use these 3 tabs to modify your chart. അതുപോലെ ഇപ്പോൾ നമ്മളങ്ങനെ ചാർട്ട് ഇൻസേർട്ട് ചെയ്തു. നമുക്ക് ഇവിടെ ചാർട്ട് വർക്ക് ഷീറ്റിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാർട്ട് ടൂൾസ് അപ്പിയർ ചെയ്യും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ചാർട്ടിനെ മോഡിഫൈ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പ്ലോട്ടുകളും. പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പ്ലോട്ടെന്നും ചാർട്ടെന്നും ഒക്കെ ഉദ്ദേശിക്കുന്നത് സെയിം കാര്യം തന്നെ. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഗ്രാഫ്സ് ആയിട്ടായിരിക്കാം നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്.
ഓക്കെ, ഇത് നമ്മൾ ചാർട്ടുകളാക്കി പ്ലോട്ട് ചെയ്തു. ഇനിയിപ്പോൾ ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്താക്കി മാറ്റാം, സ്കാറ്റേർഡ് ഡാറ്റ. ഇവിടെ കണ്ടോ, സ്കാറ്റേർഡ് ഡാറ്റയൊക്കെ കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഏരിയ പോലെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. അല്ലെങ്കിൽ പല അതർ ടൈപ്സും ഉണ്ട്. വേറെയും പല ടൈപ്സും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് തരത്തിലാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആവശ്യമുള്ളത് അതുപോലെ നമുക്ക് ചാർട്ട് ചെയ്യോ പ്ലോട്ട് ചെയ്യോ, അതായത് എക്സ് ആക്സിസ് വൈ ആക്സിസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രാഫ്സ് ആയിട്ട് മാറ്റാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ ചാർട്ട്സോ പ്ലോട്ട്സോ ഗ്രാഫ്സോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതെല്ലാത്തിലും സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമുക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏതാണോ, ചാർട്ടാണോ പ്ലോട്ടാണോ ഏരിയ ആണോ അല്ലെങ്കിൽ സ്കാറ്ററിംഗ് ആണോ ഏതാച്ചാൽ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അത് എടുക്കുക, അത്രമാത്രം. അപ്പോൾ ഇതൊക്കെയാണ് ചാർട്ട്സിൽ വരുന്നത്, ചാർട്ട്സിലും പ്ലോട്ട്സിലും ഗ്രാഫ്സിലും ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈസിയാണ്. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്, ആദ്യം തന്നെ ചാർട്ട് എന്താണ്, ഗ്രാഫ് എന്താണ്, പ്ലോട്ട് എന്താണെന്നൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട കോളംസും റോസും ഇൻക്ലൂഡിങ് ദ ടൈറ്റിൽസ് നമ്മൾ സെലക്ട് ചെയ്യണം. അതിനുശേഷം ഇൻസേർട്ട് എന്ന് പറഞ്ഞ ടാബ് ഞെക്കണം. അപ്പോൾ ചാർട്ട്സ് നമ്മുടെ ഡിസൈർഡ് ചാർട്ട് കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്യാം. കോളമാണോ, ലൈനാണോ, പൈ ആണോ, ബാറാണോ, ഏരിയ ആണോ എന്നൊക്കെ അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഓരോന്നിലും വീണ്ടും ക്ലസ്റ്റേർഡ് ആയിട്ടുള്ള കോളംസ് 2 ഡയമെൻഷനിലാണോ 3 ഡയമെൻഷനിലാണോ സിലിണ്ട്രിക്കലാണോ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് വരും. അതൊന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ഫൈനലി ചാർട്ട് നമ്മുടെ വർക്ക്ഷീറ്റിൽ അപ്പിയർ ചെയ്യും. പിന്നീട് ഇതിനെ മോഡിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ചാർട്ട് ടൂൾസ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതുപോലെ തന്നെ നിങ്ങളുടെ സിലബസിൽ ചാർട്ടാണെങ്കിലും പ്ലോട്ടാണെങ്കിലും ഒക്കെ ഇതുപോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് റിക്വയർമെൻറ്റ് അനുസരിച്ച് മാറ്റി മാറ്റി യൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇനി അതുപോലെ വേറെ നമ്മുടെ സിലബസിൽ വരുന്നതാണ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷൻ ഫോർ കർവ് ഫിറ്റിംഗ്. കർവ്സ് ഫിറ്റ് ചെയ്യാൻ, ഇപ്പോൾ ഇതൊക്കെ കുറച്ചും കൂടിയും PG ലെവൽസിലാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യാനുള്ളതൊക്കെ ഉണ്ടാവും PGക്ക്, നിങ്ങൾ MSCക്കൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ബേസിക്സ് ആയിട്ട് ജസ്റ്റ് എന്താണ് കർവ് ഫിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ലീനിയർ റിഗ്രഷൻ, എന്താണ് നോൺ ലീനിയർ റിഗ്രഷൻ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി മാത്രം വെക്കാം. ചിലപ്പോൾ ഇത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ചെയ്ത എക്സ്പേർട്സ് ആയിട്ടൊന്നല്ല നിങ്ങൾ ഈ തിയറി പഠിക്കുന്നത് അല്ലേ. തിയറി പഠിക്കുമ്പോൾ തിയറി മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പക്ഷേ ഇത് പാരഗ്രാഫ് ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് വിട്ട് കളയരുത്, പഠിച്ചേ പറ്റൂ. പ്രാക്ടിക്കൽ ഇല്ലാണ്ട് തിയറി പഠിക്കുമ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ട് ഈ കമ്പ്യൂട്ടേഷനിൽ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ എന്നിരുന്നാലും നിങ്ങളത് പഠിച്ചേ പറ്റൂ, വേറെ മാർഗ്ഗങ്ങളില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റിഗ്രഷൻ ലൈൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ റിലേഷൻഷിപ്പ് എക്സ് വാരിയബിളും വൈ വാരിയബിളും തമ്മിൽ ഒരു ഗ്രാഫിലുള്ള റിലേഷൻഷിപ്പിനെ വിഷ്വലി കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് റിഗ്രഷൻ ലൈൻസ്. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് മിക്കതും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കാം, വൈ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വാരിയബിൾസും ആയിരിക്കാം. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ മെയിൻ യൂസ് ഓഫ് ദിസ് റിഗ്രഷൻ ലൈൻസ്? The regression lines can be used as a way of visually depicting the relationship between independent x variables and dependent y variables in the graph. ഇപ്പോൾ ലീനിയർ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഒക്കെ ആയിട്ടാണ് സാധാരണ ലീനിയർ റിഗ്രഷൻ അനാലിസിസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ വാരിയബിൾസ് തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ്, അഡിറ്റീവ് റിലേഷൻഷിപ്പ് അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. Okay, so this linear regression analysis is most widely used for all statistical techniques, and it is mainly the study of the linear and additive relationship between variables. ഇപ്പോൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും അതൊരു ലീനിയർ മോഡലാണ്. അതായത് ഒരു മോഡൽ ദാറ്റ് അസ്യൂംസ് എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് വേരിയബിൾസ് എക്സ് ആൻഡ് ദ ഔട്ട്പുട്ട് വേരിയബിൾ വൈ. അപ്പോൾ ഇൻപുട്ട് ആയിട്ടുള്ള കുറേ വേരിയബിൾസ് ഉണ്ടാവാം എക്സ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക ചിലപ്പോൾ ഒരു വേരിയബിൾ മാത്രമായിരിക്കാം. അത് തമ്മിലുള്ള ഒരു ലീനിയർ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ മോർ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ y can be calculated from a linear combination of input x വേരിയബിൾസ്. ഇപ്പോൾ ഇൻപുട്ട് ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ എക്സ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് y എന്ന് പറയുന്ന ഔട്ട്പുട്ടിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ? by the linear combination of the input x variables. ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന എക്സ് വാരിയബിൾസിൽ നിന്നും നമുക്ക് ഔട്ട്പുട്ടായി കിട്ടുന്ന വൈനെ നമുക്ക് ലീനിയർ കോമ്പിനേഷൻ വഴി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.
ഇപ്പോൾ ലീനിയർ റിഗ്രഷൻ മോഡൽസ് ഒക്കെ സാധാരണ ലീസ്റ്റ് സ്ക്വയേഴ്സ് അപ്രോച്ച് എന്നൊക്കെ പറയും. അത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ കുറച്ചും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഒരു അപ്രോച്ച് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ലീസ്റ്റ് സ്ക്വയർ അപ്രോച്ച് എന്നാണ് പറയുക. അത് വെച്ചിട്ടാണ്, അതൊക്കെ പി ജിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ ലീസ്റ്റ് സ്ക്വയർ അപ്രോച്ച് വെച്ചിട്ടാണ് നിങ്ങൾ ഈ ലീനിയർ റിഗ്രഷൻ അനാലിസിസ് ചെയ്യുക. അപ്പോൾ ലീനിയർ റിഗ്രഷൻ അനാലിസിസ് ഒരു പർട്ടിക്കുലർ ഫോമാണ്, ഞാൻ പറഞ്ഞു, സ്റ്റാറ്റിസ്റ്റിക്സിലാണ് അത് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സാധാരണ അതിലൊരു കോൺസ്റ്റൻറ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു പാരാമീറ്റർ ഉണ്ടായിരിക്കും. ഇറ്റ് വിൽ ബി മൾട്ടിപ്ലൈഡ് ബൈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വൈ അല്ലേ. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു വൈ എന്ന് പറഞ്ഞു. വൈ എന്ന് നമുക്ക് കിട്ടും, ഔട്ട്പുട്ടായിട്ട് കിട്ടും. എപ്പോൾ? when we are adopting a linear model for the input x variables. ഇൻപുട്ട് ആയിട്ടുള്ള എക്സ് വാരിയബിൾസ് കൊണ്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ടുള്ള ഡിപ്പെൻഡൻറ്റ് വൈ വാരിയബിൾ കിട്ടുന്നു. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വൈ വാരിയബിൾ വിൽ ബി ഈക്വൽ ടു ദ കോൺസ്റ്റൻറ്റ് പ്ലസ് പാരാമീറ്റർ. ഒരു പാരാമീറ്റർ ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി മൾട്ടിപ്ലൈഡ് ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇത് ഈ 4 എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതുപോലെ കുറേ ഇത്തരത്തിലുള്ള വാല്യൂസ് ഉണ്ടായിരിക്കും. എന്നിട്ട് ഇതുപോലെ പാരാമീറ്റർ ഇറ്റ് വിൽ ബി മൾട്ടിപ്ലൈഡ് ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് എക്സ് വാരിയബിൾ. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാനാണ്. ഈ ഇക്വേഷൻ എന്തായാലും എഴുതണം. വൈ ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു B0 പ്ലസ് B1 x1t പ്ലസ് B2 x2t പ്ലസ് എക്സെട്ര ടു BK xkt. y ഈസ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. B0 എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റർസെപ്റ്റ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് B0. ഓക്കെ, ദെൻ B1 എന്ന് പറയുന്നത് എന്താണ്? B1ഉം B2ഉം ദെൻ എക്സെട്ര ടു ഈ BK എന്ന് പറയുന്നതൊക്കെ എന്താണ്? കോയിഫിഷ്യൻസ് ആണ്. ഈ വാരിയബിൾസിൻ്റെ കോയിഫിഷ്യൻസ് ആണ്. ആൻഡ് ദീസ് കോയിഫിഷ്യൻസ് ഇറ്റ് വിൽ ബി മൾട്ടിപ്ലൈഡ് ബൈ സം വാരിയബിൾസ്. അതിനാണ് നമുക്ക് എക്സ് എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇപ്പോൾ B1, B2, B3 ഒക്കെ കോയിഫിഷ്യൻസ് ഓഫ് വാരിയബിൾസ് ആണ്. അല്ലെങ്കിൽ നമുക്കതിനെ പാരാമീറ്റേഴ്സ് എന്ന് പറയാം. ആ പാരാമീറ്റേഴ്സിനെ നോക്കൂ, ഈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈനലി y എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ലീനിയർ റിഗ്രഷനിൽ പല യൂസുകളുണ്ട്. നിങ്ങൾക്കൊന്നും ഇപ്പോൾ പഠിക്കേണ്ടതെന്നല്ല, അതൊക്കെ കുറച്ചും കൂടിയും ഹയർ ലെവലിൽ വരുന്ന കാര്യങ്ങൾ. വലിയ വലിയ സ്റ്റഡീസിന് പോകുമ്പോഴാണ്, ലൈക്ക് പ്രഡിക്ഷൻ, ഫോർകാസ്റ്റിംഗ്, എറർ റിഡക്ഷൻ. നിങ്ങൾക്ക് PhDക്കും ഒക്കെ പോകുമ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒക്കെയുള്ള കുറച്ച് ഡാറ്റാസ്, കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാവണമെങ്കിലും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യണമെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള റിഗ്രഷൻ അനാലിസിസ് അപ്പോൾ നിങ്ങളൊക്കെ യൂസ് ചെയ്യും. സോ ദിസ് linear regression has many practical uses like prediction, forecasting or error reduction. ഇതൊക്കെയാണ് ലീനിയർ റിഗ്രഷനെ കുറിച്ചിട്ട് പറയേണ്ടത്. ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻഡിപെൻഡൻറ്റ് എക്സ് വാരിയബിൾസ് ആൻഡ് ദ ഡിപെൻഡൻറ്റ് വൈ വാരിയബിൾസ് ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആൻഡ് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ ലീനിയർ അഡിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാരിയബിൾസ്. ഇവിടെ ലീനിയർ മോഡലാണ് യൂസ് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻപുട്ട് വാരിയബിൾസ് എക്സ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ ഔട്ട്പുട്ട് ആയിട്ടുള്ള ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഉണ്ടായിരിക്കും. സോ ഹിയർ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടായിരിക്കും. ഇറ്റ് വിൽ ബി ഈക്വൽ ടു B0 എന്ന് പറയുന്നത് ഇൻറ്റർസെപ്റ്റ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് പ്ലസ് B1 x1t പ്ലസ് B2 x2t പ്ലസ് എക്സെട്ര ടു BK xkt. അതിൽ B1, B2, BK എന്നൊക്കെ പറയുന്നത് കോയിഫിഷ്യൻസ് ഓഫ് വേരിയബിൾസ് ആണ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ആണ്. ദേ വിൽ ബി മൾട്ടിപ്ലൈഡ് ബൈ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, അതായത് x1t, x2t, xkt എന്നൊക്കെ പറയുന്നത്. Then this linear regression has many practical uses like prediction, forecasting or error reduction. ഇനി അതുപോലെ ഈ ഭാഗത്ത് വരുന്ന വേറൊരു കാര്യമാണ് നോൺ ലീനിയർ റിഗ്രഷൻ എന്താണെന്ന്. ഇപ്പോൾ നോൺ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത് സാധാരണ സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നതാണ്. ഇതും ഒരു റിഗ്രഷൻ അനാലിസിസ് ആണ്. ഇൻ വിച്ച് ദ ഒബ്സർവേഷണൽ ഡാറ്റ ആർ മോഡൽഡ് ബൈ എ ഫംഗ്ഷൻ which is non-linear combination of the model parameters and depends on one or more independent variables. അപ്പോൾ ഇതും ഒരു റിഗ്രഷൻ അനാലിസിസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒബ്സർവ് ചെയ്ത് കിട്ടുന്ന ഡാറ്റയൊക്കെ നമ്മൾ മോഡൽ ചെയ്യാണ് ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്. അങ്ങനെ നമുക്കൊരു നോൺ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് കിട്ടും. അത് ചിലപ്പോൾ വൺ ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതും ആയിരിക്കും. So this data are fitted by means of successive approximations. ഇപ്പോൾ നമ്മൾ
ലീനിയർ റിഗ്രഷൻ നമ്മൾ ഫിറ്റ് ചെയ്തത് ലീസ്റ്റ് സ്ക്വയേഴ്സ് അപ്രോച്ച് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലീനിയർ റിഗ്രഷൻ മോഡൽസ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ലീസ്റ്റ് സ്ക്വയർ അപ്രോച്ച് വെച്ചിട്ടാണ്. എന്നാൽ നോൺ ലീനിയർ റിഗ്രഷൻ അനാലിസിസ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് സക്സസീവ് അപ്രോക്സിമേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇക്വേഷൻ കാണാം. The description of data by a function is carried out by the process of iterative or cyclical nonlinear regression. This process minimizes the value of the squared sum of the difference between the data and the fit. അപ്പോൾ നമ്മൾ കുറച്ച് ഡാറ്റ കൊടുക്കുകയാണ്. ആ ഡാറ്റ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഒരു കർവ് കിട്ടും. പക്ഷേ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ പറയുമ്പോൾ അത് മനസ്സിലാവില്ല. മീൻസ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ വൈസ് അത് കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടിയും ഇഫക്റ്റീവായിട്ട് കിട്ടുക. പക്ഷേ നിങ്ങൾക്ക് അത് പ്രാക്ടിക്കൽ വൈസ് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ എന്താണ് ഒരു നോൺ ലീനിയർ റിഗ്രഷൻ എന്ന് അതിന് ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. പിന്നെ ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കർവ് ഫിറ്റിങ്ങിനൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഇത് റിഗ്രഷൻ അനാലിസിസ് തന്നെയാണ്. ഇതിൽ നമ്മൾ ഡാറ്റ ഫിറ്റ് ചെയ്യുന്നത് ബൈ ദ മെത്തേഡ് ഓഫ് സക്സസീവ് അപ്രോക്സിമേഷൻ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇപ്പോൾ SS ഈസ് ഈക്വൽ ടു എപ്സിലോൺ I ഈസ് ഈക്വൽ ടു 1 to n y മൈനസ് y ഫിറ്റ് സ്ക്വയർ. അപ്പോൾ ഇവിടെ y എന്ന് പറയുന്നത് ഒരു ഡാറ്റ പോയിന്റ് ആണ്. y ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ കർവ് അറ്റ് പോയിന്റ് y. അപ്പോൾ y എന്ന് പറയുന്ന പോയിന്റിൽ ആ കർവിൻ്റെ വാല്യൂ ആണ് y ഫിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ വാല്യൂവിനാണ് നമ്മൾ y ഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ SS എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഓൾ ദ ഡാറ്റ പോയിന്റ്സ്. എല്ലാ ഡാറ്റ പോയിന്റ്സിൻ്റെയും സമ്മിൻ്റെ സ്ക്വയേഴ്സ് അത് കിട്ടാനാണ് SS എന്ന്. അതാണ് നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂ. അപ്പോൾ ഈ മെത്തേഡിൽ സാധാരണ മാനുവലായിട്ട് ഡാറ്റ എൻട്രി ചെയ്യുന്നു. എന്നിട്ട് ഗ്രാഫ് നമ്മൾ അതിന് ശേഷമാണ് കർവിനെ ഫിറ്റ് ചെയ്യുന്നതും അങ്ങനെ റിസൾട്ടിങ് ആയിട്ടുള്ള കർവിനെ ഫിറ്റ് ചെയ്യുന്നതും ഡാറ്റയുടെ കൂടെ നമ്മൾ ഫിറ്റ് ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്ന് ഈ ഫിറ്റ് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, കർവ് കിട്ടിയത് ശരിക്കുള്ളതാണോ എന്ന് ഗുഡ്നെസ് ഓഫ് ദ ഫിറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫിറ്റ് നമുക്ക് ആക്യുറേറ്റ് ആണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അസസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നോൺ ലീനിയർ റിഗ്രഷൻ. നിങ്ങൾ ഈ പോയിന്റ് വൈസ് എങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ലീനിയർ റിഗ്രഷൻ കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷേ നോൺ ലീനിയർ വരുമ്പോൾ നിങ്ങൾക്ക് തിയറി മാത്രം നിങ്ങൾ പഠിക്കുന്നത് കൊണ്ടുള്ള കുറച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നോവേ നമ്മൾ പഠിച്ചേ പറ്റൂ. അപ്പോൾ നോൺ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് റിഗ്രഷൻ അനാലിസിസ് ആണ് അല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്ത ഡാറ്റ എന്ത് ചെയ്യുന്നു? എൻ്റർ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മളതിനെ ഗ്രാഫിക്കലായിട്ട് പ്ലോട്ട് ചെയ്യുന്നു. അതിനുശേഷമാണ് കർവിനെ ഫിറ്റ് ചെയ്യുന്നതും. അങ്ങനെ ഫിറ്റ് ചെയ്ത കർവിനെ നമ്മൾ ഡാറ്റയുടെ ടോപ്പിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ, ഇനി ഇത്തരത്തിൽ ഡാറ്റ ഫിറ്റ് ചെയ്യാനായിട്ട് ഇറ്റ് ഈസ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് മെത്തേഡ് ഓഫ് സക്സസീവ് അപ്രോക്സിമേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള ഡാറ്റേനെ ഡിസ്ക്രിപ്ഷൻ ചെയ്യാനായിട്ട് നമ്മളൊരു പ്രോസസ്സ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അതിനാണ് ഇറ്ററേറ്റീവ് ഓർ സൈക്ലിക്കൽ നോൺ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സ്പ്രഷൻ എഴുതണം. SS എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഓൾ ദ ഡാറ്റ പോയിന്റ്സ്. ഓക്കെ, ഇറ്റ് വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ I ഈസ് ഈക്വൽ ടു 1 to n y മൈനസ് y ഫിറ്റ് സ്ക്വയർ. ഇതിൽ y എന്ന് പറയുന്നത് ഡാറ്റ പോയിന്റ് ആയിരിക്കും. y ഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ദ കർവ് അറ്റ് ദ പോയിന്റ് y. y എന്ന് പറയുന്ന പോയിന്റ് ഏതാണോ അതിലുള്ള കർവിൻ്റെ വാല്യൂവിനെയാണ് y ഫിറ്റ്. അതിൻ്റെ സ്ക്വയർ ആണ് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഓൾ ദ ഡാറ്റ പോയിന്റ്സ്. സോ SS വിൽ ബി ഈക്വൽ ടു summation I is equal to 1 to n y minus y fit whole square. Y is the data point, y fit is the value of the curve at the point y, and what is SS? It is the sum of the squares of all the data points. അപ്പോൾ നിങ്ങൾ ലീനിയർ റിഗ്രഷൻ, നോൺ ലീനിയർ റിഗ്രഷൻ, അതുപോലെ തന്നെ എക്സൽ സ്പ്രെഡ്ഷീറ്റിൽ ഉപയോഗിക്കുന്ന ബേസിക് ഓപ്പറേഷൻസ്, ഫങ്ഷൻസ്, ദെൻ ചാർട്ട്സ് ആൻഡ് പ്ലോട്ട്സ് അത് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാതെ വിടരുത്. ഇത് ജസ്റ്റ് ആ പറഞ്ഞ പോയിന്റ്സ് എങ്കിലും നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓക്കെ.